Hello dear students. അപ്പം നമുക്ക് ഈ റേഡിയോ ആക്ടിവിറ്റി ആൻഡ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്ന മോഡ്യൂളിൽ നമുക്കിനി എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ന്യൂക്ലിയർ കെമിസ്ട്രി 16 എന്ന് പറയുന്ന യൂണിറ്റ് 16 നമുക്ക് ന്യൂക്ലിയർ കെമിസ്ട്രിയാണ് പഠിക്കാനുള്ളത്. അതിൽ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്, N/P റേഷ്യോ, ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി, മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. അപ്പൊ ഇനി ഞാനൊരു 3 വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തതില് ന്യൂക്ലിയർ കെമിസ്ട്രി, അതിനകത്ത് ന്യൂക്ലിയസ് എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആകുന്നത്, ഒരു ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയും N/P റേഷ്യോയും തമ്മിൽ എന്താണ് ബന്ധം, പിന്നെ സ്റ്റേബിൾ ന്യൂക്ലിയസ് ആവാനായിട്ട് ഈ പറഞ്ഞ ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന ടേമും മാസ് ഡിഫക്റ്റും ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് 3 വീഡിയോ ആയിട്ട് ആദ്യം ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ 3 വീഡിയോ ന്യൂക്ലിയർ കെമിസ്ട്രി ക്ലാസ് 1 എന്നുള്ള രീതിയിൽ ഈ പോസ്റ്റ് മെറ്റീരിയലും ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാണ്. ആ പോസ്റ്റ് ചെയ്യുന്നതിൽ 3 വീഡിയോസ് ഉണ്ട്. ആ 3 വീഡിയോസ് ആദ്യം നിങ്ങൾ കാണും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷനും ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി നോക്കാം.